ടാലി ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാലി ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് ഒരു സംഭവമില്ല, എം ടി ആണ്. ഇനി നമ്മൾ ടാലി എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഡേറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഐക്കണുണ്ട്. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് ബാക്കപ്പ് കൊടുക്കുക. അതിനുശേഷം സെലക്ട് ഫ്രം ഡ്രൈവ് സെലക്ട് ചെയ്യുക. അതിനകത്ത് ഡെസ്ക്ടോപ്പ് എന്ന് കിടപ്പുണ്ട്, ഡെസ്ക്ടോപ്പ്. അതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടാലി ബാക്കപ്പ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കൊടുത്ത് എൻ്റർ കൊടുക്കുക. അന്നേരം ഇത് ഏത് കമ്പനിയാണെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ കമ്പനിയുടെ പേരൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടല്ലോ, ആ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിനകത്ത് ഏതൊക്കെയാണ് നമുക്ക് ബാക്കപ്പ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഇതുണ്ട്, എല്ലാ കമ്പനിയും നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ടാലി ബാക്കപ്പായി. ഇത് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്കാണ് ഇപ്പോൾ ഇതുണ്ടോ, സിപ്പ് ഫയലായിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിവിടെ കിടന്നാൽ നമ്മുടെ സിസ്റ്റം അടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് എടുക്കാം. ഗൂഗിൾ ഡ്രൈവിലും ഇതുപോലെ ഒരു ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ക്രിയേറ്റ് ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനും ടാലി ബാക്കപ്പ് എന്ന് പറഞ്ഞ് പേര് കൊടുക്കുക. ഇവിടെ ഓൾറെഡി ഞാൻ ടാലി ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ടാലി കഞ്ഞിക്കുഴിന്ന്. ഇവിടെ ഇതുണ്ടോ ബാക്കപ്പ്, ഇവിടെ ഓൾറെഡി ഞാൻ ബാക്കപ്പ് ചെയ്ത സംഭവം കിടപ്പുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുക, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകാം. കാരണം ഇപ്പം ഞാൻ ബാക്കപ്പ് ചെയ്തതാണ് എനിക്കിപ്പോൾ ഇങ്ങോട്ട് വരേണ്ടത്. പഴയത് ഇവിടെ കിടന്നിട്ട് ആർക്കും ഒരു ഗുണമില്ല. അപ്പം ഞാനിപ്പോൾ ബാക്കപ്പ് ചെയ്ത ഈ ഒരു ഫയല് ഞാൻ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടും. ഇങ്ങനെ ഡ്രാഗ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ഇത്ര കാര്യം നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ ഡ്രൈവിലേക്കും മാറി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഇനി നമ്മൾ ചെയ്യുമ്പോൾ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ ബാക്കപ്പില്ലേ, ഈ ബാക്കപ്പിനെ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ നിറഞ്ഞ് വന്ന് ബോംബായിട്ട് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണം. ഇത് ഡിലീറ്റ് ചെയ്തിട്ട് വൺസ് ഇൻ എ വീക്ക് നമ്മൾ അടുത്തത് ചെയ്യുമ്പോൾ ഇതിനെ അങ്ങോട്ട് സേവ് ചെയ്യുക. അതുപോലെ തന്നെ ഡ്രൈവിലും നമ്മൾ ഡ്രാഗ് ചെയ്തിടുമല്ലോ, ഡ്രൈവിലോട്ട് കയറ്റിയിടുമ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് വേണം പുതിയ സാധനം കയറ്റിയിടാൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം ബാക്കപ്പ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ വീക്കും ബാക്കപ്പ് ചെയ്യുമ്പോഴും പഴയതിനെ കളഞ്ഞിട്ട് പുതിയത് കയറ്റിയിടുക. ഓക്കെ, താങ്ക് യു.